ഹായ് ഗായ്സ്, വെൽക്കം ടു ത്രിണികാമെറിയ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഏഞ്ചലിന് 9 മന്തിൻ്റെ വാക്സിനേഷൻ എടുക്കാൻ പോയതും പ്ലസ് അന്ന് തന്നെ ഞാനൊരു അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണേ. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. അപ്പം വ്ളോഗ് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം നമുക്ക് വ്ളോഗിലെ വിശേഷങ്ങളിലേക്ക് പോകാം. ഏഞ്ചലിന് വാക്സിനേഷൻ എടുക്കേണ്ട ഡേ ആയിരുന്നു കേട്ടോ, ഒക്ടോബർ 1. അപ്പം അന്ന് തന്നെ ഞങ്ങൾ വാക്സിനേഷൻ എടുക്കാനായിട്ട് കൊണ്ടുപോവുകയായിരുന്നേ. ഞങ്ങൾ എല്ലാ മന്തിലും വാക്സിനേഷൻ എടുത്തത് ഞങ്ങളുടെ വീടിനടുത്തുള്ള ഹെൽത്തി ചെന്നായിരുന്നു കേട്ടോ. അതപ്പോൾ ഞങ്ങൾക്ക് അടുത്താ, നടന്നു പോകുന്ന ദൂരമേ ഉള്ളൂ. ജനിച്ച സമയത്തുള്ള വാക്സിനേഷൻ അത്രയും ഹോസ്പിറ്റലിൽ വെച്ച് തന്നെയായിരുന്നു എടുത്തത്. പിന്നീടുള്ള 3 മാസത്തെയും എല്ലാ വാക്സിനേഷനൊക്കെ 45-ൻ്റെ എല്ലാം ഇവിടെ വന്ന് തന്നെ കേട്ടോ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഞങ്ങൾക്ക് പരിചയമുള്ളവരൊക്കെ തന്നെയാണ് ഓൾമോസ്റ്റ് എല്ലാവരും. പിന്നെ നേഴ്സുമാരൊക്കെ ഓരോ സമയത്ത് ഓരോരുത്തരാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നേഴ്സുമാർ കൊച്ചിനെ ആദ്യം നല്ല രീതിയിൽ എൻജോയ്മെൻ്റ് ഒക്കെ ചെയ്യിപ്പിച്ചിട്ടൊക്കെ വാക്സിനേഷനൊക്കെ എടുക്കത്തുള്ളൂ. ഏഞ്ചൽ ബാബ എടുത്തെങ്കിലും നല്ല കരച്ചിലൊക്കെ ആയിരുന്നു. കാലിലും 2 കൈയിലും ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു. മൊത്തം 3 വാക്സിനേഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഒരു വൈറ്റമിൻ കെയുടെ എന്തോ ഇതും കൂടെ ഉണ്ടായിരുന്നു, കണ്ണിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന അതൊന്നും കൂടെ ഉണ്ടായിരുന്നേ. അങ്ങനെ മൊത്തം കൊടുത്തതിന് ശേഷം ഞങ്ങൾ ഉടനെ തന്നെ വീട്ടിലോട്ട് പോയി. നടന്നൊരു 5 മിനിറ്റ് കൊണ്ട് എത്താവുന്ന ദൂരമേ ഉള്ളൂ. എന്നിട്ട് പിന്നെ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടിയിട്ട് ഒരു അമ്പലത്തിലോട്ട് പോയിട്ടുണ്ടായിരുന്നേ. ഇത് സ്ഥലം രാമൻകുളങ്ങര ആണ്. ഞാൻ ആദ്യമായിട്ടാണ് ആ ഒരു അമ്പലത്തിൽ പോകുന്നത്. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് വഴിയോ കാര്യമോ ഒന്നും അറിയത്തില്ല. ഇവളുടെ വീട്ടിനടുത്തുള്ള അമ്പലത്തിൽ പോറ്റി ആ ചേട്ടൻ്റെ അമ്പലമാണ്. അപ്പം ആ ചേട്ടൻ്റെ വീടിനടുത്തുള്ള അമ്പലം, അപ്പം അവിടോട്ട് വിളിച്ചായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ പോയത്, ഞങ്ങൾക്ക് വഴിയൊന്നും അറിയത്തില്ല. ഞങ്ങൾ ബസ് ഇറങ്ങിയിട്ട് പിന്നെ ഓട്ടോയിലാണ് പോയത്. ഇത് ചെറിയ ചോഴത്തിൽ ദേവീക്ഷേത്രം ഇവിടെയാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ ഞങ്ങൾ നേരത്തെ എത്തി. ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത് 2 മണിക്ക് ഇത് തുടങ്ങും എന്നാണ്. പക്ഷേ ഞങ്ങൾ നേരത്തെ എത്തി. ഞങ്ങൾ 2 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെയാണ് എത്തിയത്. ഇത് തുടങ്ങിയപ്പോൾ 3 മണി അടുപ്പിച്ചായി. അങ്ങനെ ഞങ്ങൾ നേരത്തെ വന്നല്ലേ എന്ന് കരുതി അവിടെ മൊത്തം ഒന്ന് കറങ്ങി കാണാമെന്നും പറഞ്ഞ് മൊത്തത്തിൽ ഇങ്ങനെ കറങ്ങി കാണുകയും എടുക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അവിടെ ഒരു ആൽമരവും താഴെയാണെങ്കിൽ ഇങ്ങനെ ഓരോ രൂപങ്ങളൊക്കെ കൊണ്ടുവന്ന് ഓരോരുത്തർ ഇട്ടിട്ടുണ്ടായിരുന്നേ. അത് മൊത്തത്തിൽ ഡാമേജ് ആയ രൂപങ്ങളാണ്. പക്ഷേ പ്രത്യക്ഷത്തിൽ നമുക്കറിയാൻ പറ്റത്തില്ല. നമ്മളും തൊട്ട് നോക്കുമ്പോഴേ അതൊക്കെ ഓരോന്നും ഡാമേജ് ആണെന്ന് മനസ്സിലാവത്തുള്ളൂ. എന്നിട്ട് പിന്നെ ഞങ്ങൾ അവിടോട്ട് പിന്നെ നടന്നപ്പോഴത്തേക്കും ഇങ്ങനെ ഒരു വയൽ പ്രദേശം കണ്ടു. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെയൊക്കെ നിന്ന് കുറച്ച് നേരം ഫോട്ടോസൊക്കെ എടുത്തു. ഇങ്ങനെ മൊത്തം വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ കറങ്ങി അവിടെ 3 മണിയാവുന്നവരെ ഞങ്ങൾ ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ട് തന്നെ ഇരുന്നു. ഞങ്ങൾക്ക് വേറെ എങ്ങോട്ട് പോകണമെന്നൊന്നും അറിയത്തില്ല. ആ ചേട്ടൻ അവിടെ വന്നതും ഇല്ലായിരുന്നു. ചേട്ടൻ വീട്ടിലോട്ട് എന്തോ പോയിരിക്കുമായിരുന്നു. അപ്പം പിന്നെ ഞങ്ങൾ വിചാരിച്ച് എന്തായാലും ഒന്ന് നടന്നേക്കാം എന്ന് കരുതിയിട്ടാണ് അവിടോട്ട് ഇങ്ങനെ കറങ്ങി നടന്നത്. പിന്നെ ആ ചേട്ടൻ അമ്പലത്തിൽ ചെന്നപ്പോഴത്തേക്കും തന്നെ ഞങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നു, എത്തി നിങ്ങൾ വാന്നും പറഞ്ഞിട്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ ചെന്നപ്പം ആരും ഇല്ലായിരുന്നു അമ്പലത്തിൽ. കുറേ പൂജാരിമാരും ഒക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ പൂജ വെപ്പിൻ്റെ ഡേ ആയതുകൊണ്ട് ഒരു ഇതിലായിട്ട് പൂജ ബുക്കൊക്കെ ആയിരുന്നു. പൂജ വെപ്പിൻ്റെ ബുക്ക് എൻ്റെ ഈ ചുമന്ന ഇത് കെട്ടിയിരിക്കുന്നിടത്ത് എൻ്റെ അടുത്തായിട്ട് കുറേ പായൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ തുലാഭാരം തൂക്കുന്ന ആ സാധനമൊക്കെ അവിടെ ആയിട്ട് ഉണ്ടായിരുന്നു. ഇങ്ങനെ ഇരുന്നിട്ട് ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ എല്ലാവരെയും നോക്കിക്കൊണ്ടിരുന്നു. വഴിയായിട്ട് ഓരോരുത്തരാണ് ഇപ്പോഴാണ് വന്ന് തുടങ്ങിയത്. ഞങ്ങൾ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എല്ലാവരും വന്ന് തുടങ്ങിയത്. അങ്ങനെ അവിടെ ഇങ്ങനെ രൂപം ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഓരോരുത്തരും കൊണ്ടുവന്ന് എന്തോ വെക്കുകയും, എനിക്ക് ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഒന്നുമില്ല, ഇങ്ങനെ വെക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. എന്താണെന്നൊന്നും എനിക്ക് മനസ്സിലൊന്നും ആയില്ല. എന്നാലും ഞാൻ വീഡിയോ ഒക്കെ എടുത്തു. ആ അമ്പലത്തിൽ ശൂലം കുത്തും പിന്നെ പറവക്കാവടി അങ്ങനത്തുള്ള സംഭവങ്ങളൊക്കെ അന്നുണ്ടായിരുന്നു കേട്ടോ. എന്തോ വിശേഷപ്പെട്ട ദിവസം എന്താണ്ടായിരുന്നു ആ അമ്പലത്തിൽ. എന്തോ പേര് എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു, ഞാനത് മറന്നുപോയി. എന്തോ ആ ചേട്ടൻ പറഞ്ഞേന്ന്. അങ്ങനെ എന്തോ ആ സംഭവമായിരുന്നു. അങ്ങനെ പിന്നെ അതിൻ്റെ ഇതിന് ഭാഗമായിട്ടാണ് ഇവിടെ ഇങ്ങനെ ആളുകളും
ഈ ഒരു വിശേഷം വന്നത്. അങ്ങനെ കൊട്ടുകാരും എല്ലാവരും ഒക്കെ വന്നു. ഞങ്ങൾ ആ സമയം കൊണ്ട് കുറച്ച് നേരം സ്നാപ്പിൽ കുറേ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ ഇരുന്നു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഞങ്ങൾ ഒരു സൈഡിൽ മാറിയിരുന്ന് ഇങ്ങനെ ഓരോരോ വീഡിയോ എടുത്തെടുത്ത് ഇങ്ങനെ കളിക്കുമായിരുന്നു. വരുന്നവരും പോകുന്നവരും ഞങ്ങൾ തന്നെ നോക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്നൊക്കെ ആയിരിക്കാം നോക്കിയത്. അല്ല ഞങ്ങൾ അതൊന്നും മൈൻഡ് ചെയ്തില്ല. ഞങ്ങളിരുന്ന് ഇതൊക്കെ തന്നെ ചെയ്തുകൊണ്ടിരുന്നു. ഇവിടെയാണ് കേട്ടോ എല്ലാവരും കൊണ്ടുവന്ന് സാധനങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നതും. ഓരോരുത്തരും ചെന്നുപോയി തൊഴയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഇരുന്നതിൻ്റെ അടുത്തായിട്ട് തന്നെ ഈ ശൂലങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഇങ്ങനെ ഒരു പായിലിങ്ങനെ വെക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ മയിൽപ്പീലി കണ്ടില്ല. ആ മയിൽപ്പീലി എങ്ങനെയെങ്കിലും ഒരെണ്ണം കിട്ടുമോ എന്നുള്ള ഇതിലൊക്കെ ആയിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ഒരെണ്ണം പോലും പറിക്കാൻ പറ്റിയില്ല. അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നില്ല, നമുക്ക് എടുക്കാൻ പറ്റത്തില്ലല്ലോ. കണ്ടില്ലേ, ഏതാണ്ട് ശൂലം കണ്ടില്ലേ വെക്കുന്നത്. ഇതേപോലെ കുറേ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നാരങ്ങ സൈഡിൽ കുത്തിയിട്ടൊക്കെയാണ് കുറേ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോഴും ആൾക്കാരിങ്ങനെ വന്നുകൊണ്ട് തന്നെ ഇരിക്കുമായിരുന്നു. ഞങ്ങൾ വന്നു കഴിഞ്ഞൊരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരുപാട് ആളായി വരുന്നു. ഓരോരുത്തരും ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കുന്നു. അതിനിടെ ഓരോ പരിപാടികൾ അവിടെ ഇവിടെ ആയിട്ടൊക്കെ നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. കൊട്ടുകാരൊക്കെ വന്നു. കുറേ കൊട്ടുകാർ വന്ന് എല്ലാം ഒതുങ്ങിയൊക്കെ ഇരുന്നതിന് ശേഷം കൊട്ടാനൊക്കെ തുടങ്ങിയിട്ടൊക്കെ ഉണ്ടായിരുന്നേ. ശൂലം കണ്ടില്ലേ നിങ്ങൾ? ഇത്രയും വലിയ ശൂലമൊക്കെ ആയിരുന്നു കേട്ടോ. അതിനിടെ ഒരു ചെരുപ്പ് കണ്ടു. ഈ ചെരുപ്പ് എന്തിനാണെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. എന്തായാലും കാലിലിടാൻ തന്നെ ആയിരിക്കാം. ആണിയാണ്, മൊത്തത്തിൽ ആണിയാട്ടോ ഇതിടുന്നവരെയൊക്കെ സമ്മതിക്കണം. എനിക്ക് ഇതൊന്നും ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല. ഞാൻ ഇതൊക്കെ ഫസ്റ്റ് ടൈമാണ് കേട്ടോ കാണുന്നത്. അങ്ങനെ പിന്നെ കൊട്ടും പരിപാടിയും ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. ഇതാണ് കേട്ടോ ആ പുറ്റിച്ചേട്ടൻ. ചേട്ടൻ വന്നിട്ട് ഞങ്ങളടുത്ത് ഇങ്ങനെ സംസാരിക്കുകയൊക്കെ ആയിരുന്നു. അത് സംസാരിച്ചതിന് ശേഷം ആളങ്ങ് പോയി. ആൾക്കെന്തോ സാരി എന്തോ കൊടുക്കണമെന്ന് എന്തൊക്കെയോ പറഞ്ഞു കേട്ടോ. അത് താഴെയൂടെ എന്തോ സാരി ഉടുക്കുക എന്താണ്ടായിരുന്നു. ആ ചേട്ടനും എന്തോ ഇത് ചെയ്യുന്നുണ്ട്, കുടവെടുക്കുക എന്തോ, എനിക്കറിയത്തില്ല അതിൻ്റെ പേര്. അങ്ങനെ എന്തോ ചെയ്യുന്നുണ്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ കൊട്ടൊക്കെ കണ്ട് കുറേ നേരം ആസ്വദിച്ചു കൊണ്ടിരുന്നു. പിന്നീട് കുറേ നേരം അവിടെ ഇരുന്നതിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ വിചാരിച്ചു ഒന്ന് അമ്പലവും കൂടെ ഒന്ന് കറങ്ങി കാണാം. അങ്ങനെ പിന്നെ നോക്കിയപ്പോൾ അവിടെ തന്നെ സൈഡിൽ ഒരു മിററും താഴെ ഈ കുങ്കുമവും കുറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ പോയി കുറിയും കുങ്കുമമായിട്ടൊക്കെ വെച്ചു. ഞാനിട്ടതിന് ശേഷം അവൾക്ക് ഇട്ട് കൊടുത്തു. ക്യൂ ആയിരുന്നു അവിടെ ആളുകൾ ഇടാൻ വേണ്ടിയിട്ട്. കണ്ണാടി അവിടെ ഒരെണ്ണമല്ലേ ഉള്ളൂ. അങ്ങനെ ഇതാണ് കേട്ടോ അവിടുത്തെ കാവ്. ഈ കാവിനകത്ത് പെണ്ണുങ്ങൾക്ക് പ്രവേശനം ഇല്ല എന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പോയിട്ട് വന്നപ്പോഴത്തേക്കും അവിടെ ശൂലം കുത്തൊക്കെ തുടങ്ങി. ഇത് കുത്തിയതിന് ശേഷം കാലിൽ ഇങ്ങനെ എന്തോ കുത്തുന്നായിരുന്നു. ഇരിക്കുന്നവർക്ക് കാലിൽ കുത്തുമല്ലോ, ആ കുത്തായിരുന്നു. അത് കണ്ണൊക്കെ മറച്ചിട്ടാണ് കുത്തുകയൊക്കെ ചെയ്തത്. അതൊക്കെ ഞങ്ങളിങ്ങനെ കണ്ടു. പിന്നെ ദേഹത്ത് ഇങ്ങനെ കുത്തുന്നതും പറവക്കാവടി എടുക്കാനായിട്ട് ഇങ്ങനെ ദേഹത്ത് കുത്തുകയും എല്ലാം കാണുകയൊക്കെ ചെയ്തു. പക്ഷേ ഞങ്ങൾക്ക് ശൂലം കുത്തുന്നതൊന്നും കാണാൻ പറ്റിയില്ല കേട്ടോ. അതിന് മുമ്പ് തന്നെ ഞങ്ങളങ്ങ് ഇറങ്ങി. നേരം വൈകുന്നുണ്ടായിരുന്നു, ഞങ്ങൾക്ക് നേരത്തെ വീടെത്തണമല്ലോ അങ്ങനെ വിചാരിച്ചിട്ട്. ഇതിങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അപ്പുറത്ത് കൊട്ടുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അത് നിർത്താനൊക്കെയാണ് ഇങ്ങനെ കൈ ഇങ്ങനെ കാണിക്കുന്നത്. അത് കുത്തുന്ന സമയത്തേ അവർ കൊട്ടത്തുള്ളൂ, കുത്തി തീരുമ്പോഴത്തേക്ക് അവർ നിർത്തും. അങ്ങനെയായിരുന്നു. ഈ കൊട്ടി കേൾക്കുന്ന സമയത്ത് തന്നെ കുറേ പേർക്ക് ഇങ്ങനെ അനുഗ്രഹം കിട്ടിയെന്നും പറഞ്ഞിങ്ങനെ ഇതുപോലെ ഇങ്ങനെ വന്ന് കുഴഞ്ഞൊക്കെ വീഴുന്നൊക്കെ ഉണ്ടായിരുന്നു. ഈ വീഡിയോയിൽ ചെറുതായിട്ടൊക്കെ കാണാൻ പറ്റും, സൈഡിലൊക്കെ ഇങ്ങനെ ഓരോരുത്തരും വന്ന് വീഴുകയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ കുറേ പേർക്ക് അങ്ങനെ ഇത് ശൂലം കുത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ കിടത്തിയിട്ടിട്ടാണ് ശൂലം കുത്തുന്നത്. അപ്പോൾ ഇത് കാണുന്നവർക്കൊക്കെ അറിയായിരിക്കും. ഞാനിത് ആദ്യമായിട്ട് കാണുന്നുണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു തരുന്നേ.
ഇങ്ങനെ കിടത്തിയിട്ടിട്ട് ഓരോരുത്തർക്ക് ഇങ്ങനെ ശൂലമൊക്കെ കുത്തിയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. കാണുമ്പോൾ വേദനിക്കത്തില്ലേ എന്നൊക്കെ തോന്നും. പക്ഷേ എല്ലാവരും പറയും വേദനയൊന്നും എടുക്കത്തില്ല, അവർ അങ്ങനെ കാപ്പിയൊക്കെ കെട്ടി ഇങ്ങനെ പ്രാർത്ഥനയുടെ മാർഗത്തിൽ നിൽക്കുന്നവരായതുകൊണ്ട് അവർക്ക് അങ്ങനെയൊന്നും വേദനിക്കത്തില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അങ്ങനെ പിന്നെ ഞാൻ ഇതൊക്കെ കണ്ടു. ഞങ്ങൾ കുറേ നേരം കണ്ട് കുറേ നേരം ഇങ്ങനെ മാറി നിൽക്കും. ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. വീഡിയോ തന്നെ എങ്ങനെയൊക്കെയോ ഞാൻ എടുത്തത്. കാരണം എല്ലാവരും വീഡിയോ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു. ഞാനും അവളും കൂടെ ഒരു മരത്തിൻ്റെ സൈഡ് ഇങ്ങനെ കെട്ടിയിട്ടുണ്ടല്ലോ, ഇങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ കെട്ടിയിട്ടുണ്ടല്ലോ, അതിൻ്റെ മണ്ടയിൽ കയറി നിന്നിട്ടാണ് കേട്ടോ ഈ വീഡിയോ ഒക്കെ എടുത്തത്. ഇതേ കണ്ടില്ല, ഒരാൾക്ക് ഇങ്ങനെ അത് കിട്ടി ചരിഞ്ഞിങ്ങനെ വീഴുന്നതും. അങ്ങനെ കുറേ പേര് വീണിട്ടുണ്ടായിരുന്നു കേട്ടോ. ആണുങ്ങൾ മാത്രമല്ല പെണ്ണുങ്ങളും ഇങ്ങനെ വീഴുന്നതൊക്കെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ പെണ്ണുങ്ങളും ഈ ശൂലമൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ചേട്ടൻ. പക്ഷെ ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല. ഇത് കണ്ടില്ലേ, ശൂലമൊക്കെ കുത്തി ഇങ്ങനെ എടുക്കുക, മൊത്തത്തിൽ ദേഹം മൊത്തം ഇങ്ങനെ കുത്തും. എത്ര എണ്ണം ആണെന്നൊന്നും എനിക്കറിയത്തില്ല. ഇങ്ങനെ കുത്തിയിട്ട് ഓരോരുത്തരായിട്ട് മാറ്റി മാറ്റിയൊക്കെ അങ്ങ് നിർത്തിയിട്ടുണ്ടായിരുന്നേ. ഇത് വന്നിട്ട് ഈ ഇങ്ങനെ നമ്മൾ മുരുകനെ ഇതിന് വേണ്ടിയിട്ട് ഈ റൗണ്ടിൻ്റെ ഒരു സാധനം ഇങ്ങനെ ശൂലം വെച്ചിട്ട് കാണിക്കുന്നില്ലേ, ആ ഇത് ഇങ്ങനെ നമ്മുടെ ബ്രസ്റ്റിൻ്റെ ആ സൈഡിൽ കൂടെ ഇങ്ങനെ 2 കുത്തിയിട്ട് ഇങ്ങനെ കെട്ടി വെക്കുന്നതാണ് കേട്ടോ. ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. മറ്റേതൊക്കെ പിന്നെയും ഞാൻ ഇങ്ങനെ വീഡിയോസിലും ഫോട്ടോസിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ കുത്തുന്നത് ഞാൻ അന്ന് പോയപ്പോഴാണ് കേട്ടോ ഇങ്ങനെയും കുത്താറുണ്ടെന്ന് കാണുന്നത്. എന്നിട്ട് ഇതിങ്ങനെ വെച്ചതിന് ശേഷമാണ് അവർ ഓരോ ഇതായിട്ട് മറ്റേ മയിൽപ്പീലികൾ ഇങ്ങനെ ഓരോന്നും ആ ഓരോ ഊട്ടയിലായിട്ട് ഇങ്ങനെ ഇട്ടിട്ട് കൊടുക്കും. എന്നിട്ട് മൊത്തത്തിൽ മയിൽപ്പീലി വെച്ചിട്ടാണ് അവർ പിന്നെ അതിന് വേണ്ടിയിട്ട് പോകുന്നത്.
അതെല്ലാം അവിടെ നടന്നുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഇവിടെ ഈ ശൂലം കുത്തിയവർക്ക് ഇങ്ങനെ കെട്ടി ശൂലമല്ല കേട്ടോ, സോറി, മറ്റേ അത് വെച്ചതിന് ശേഷം പറവക്കാവടി എടുക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കെട്ടി തൂക്കിയിട്ടിട്ടാണല്ലോ ഇങ്ങനെ വലിച്ചു വലിച്ച് അവരാടുമല്ലോ, അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇടുന്നുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോ ആണിത്. അതേ കണ്ടില്ലേ അവരിങ്ങനെ ആടുന്ന, അതേപോലെ ആടാനായിട്ട് ഇവർക്ക് ഇങ്ങനെ കയറും കൂടെ കൊടുക്കുമായിരുന്നു കേട്ടോ. കയറ് കൊടുത്തിങ്ങനെ വലിച്ചാണ് അവരിങ്ങനെ ആടുന്നത്. ഇത് ഒരു വണ്ടിയിലാണ് ഇവരിങ്ങനെ കെട്ടിയിട്ട് ഇങ്ങനെ പോകുന്നത്, ഇങ്ങനെ ജാഥ പോലെ ഇങ്ങനെ പോകും. എനിക്കിതിനെ പറയുന്ന പേരെന്താണെന്നൊന്നും അറിയത്തില്ല. ഇങ്ങനെ പോവുകയൊക്കെ ചെയ്യും അവർ. അങ്ങനെ പിന്നെ ഇരിക്കുന്ന ആക്കും ഇതേപോലെ തന്നെ ഇങ്ങനെ കെട്ടിയിട്ടിട്ട് ഇങ്ങനെ ഇരുത്തിയിട്ട് ആടയൊക്കെ ചെയ്യാനായിട്ട്. ഞങ്ങൾ പിന്നെ ഇത്രയൊക്കെ കാണാനേ നിന്നുള്ളൂ. ഉടനെ തന്നെ ഇറങ്ങി, പെട്ടെന്ന് പോകണമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ പിന്നെ ഇറങ്ങിയ പാടെ ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് പോവുകയാട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ചായയും 2 കടി വീതവും ഞങ്ങൾ വാങ്ങിച്ചു. ചായക്കട ഇരുന്ന് ചിയേഴ്സൊക്കെ അടിച്ചൊക്കെയാണ് ഞങ്ങൾ കഴിച്ചത്. ഉച്ചയ്ക്കൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലുള്ള വിശപ്പേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വിചാരിച്ചു ചായ തന്നെ വാങ്ങിക്കാം, വൈകിട്ടായില്ലേ. അങ്ങനെ പിന്നെ ചായയും വാങ്ങിച്ച് 2 ഉഴുന്നുവടയും വാങ്ങിച്ചു. അവളൊരു ബ്രെഡും ഞാനൊരു വാഴയ്ക്കപ്പം അങ്ങനെയും കൂടെ വാങ്ങിച്ചിട്ടാണ് ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ ഇരുന്ന വഴിക്ക് അവർ ഈ ഒരു ഇതിനെ പറ്റിയിട്ട് തന്നെയായിരുന്നു സംസാരം. അവരുടെ വഴി കൂടെയൊക്കെയാണ് അത് പോകുന്നത്. അപ്പം അവിടെയൊക്കെ ഒരുക്കിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതുമൊക്കെ കണ്ടു, പക്ഷെ അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ചായ കുടിച്ചിറങ്ങിയതിന് ശേഷം ഞങ്ങൾ പുളിമുട്ടായി കണ്ടു. അങ്ങനെ പിന്നെ ഞങ്ങൾ പുളിമുട്ടായും കൂടെ വാങ്ങിച്ച് പുളിമുട്ടായും കൂടെ തിന്നിട്ടൊക്കെയാണ് ഞങ്ങൾ അതുവഴി റോട്ടിൽ കൂടെ തന്നെ പുളിമുട്ടായി തിന്നിങ്ങ് നടക്കുമായിരുന്നേ. ഞങ്ങൾക്കാണെങ്കിൽ തിരിച്ചു പോകാനുള്ള വഴിയൊന്നും അറിയത്തില്ല. കാരണം ഞങ്ങൾ വരുന്ന വഴിക്ക് ഞങ്ങൾ ഓട്ടോയിലല്ലേ വന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് വഴി എങ്ങനെയാണെന്നൊന്നും വലിയ ഐഡിയ ഇല്ല. അതുകൊണ്ട് മാപ്പൊക്കെ നോക്കിയും ഓരോരുത്തരടുത്തും ചോദിച്ചൊക്കെയാണ് ഞങ്ങൾ വഴി കണ്ടുപിടിച്ച് ബസ് സ്റ്റോപ്പിലോട്ട് എത്തിയത്. ഇതായിരുന്നു കേട്ടോ സ്റ്റോപ്പ്. ഞങ്ങൾ വിചാരിച്ച് പോയപ്പം ഓട്ടോയിൽ പോകണ്ടായിരുന്നു, നടന്നു പോകുന്ന ദൂരമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും പോട്ടെ, ആദ്യമായിട്ട് വരുന്നതല്ലേ എന്ന് വിചാരിച്ചാണ് ഓട്ടോയിൽ പോയത്. അങ്ങനെ പിന്നെ ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ എത്തി. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ബസ് വന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ പിന്നെ ഞങ്ങൾ ബസ്സിൽ കയറി ഇരുന്ന് ഞങ്ങൾ 2 പേരും കൂടെ, അവൾക്ക് വേറെ ഇടത്തും എനിക്ക് വേറെ ഇടത്തുമാണ് പോകേണ്ടത്. എനിക്ക് ആ റൂട്ടുള്ള ഏത് ബസ്സിൽ കയറായിരുന്നു, പക്ഷെ അവൾക്ക് ഇളമ്പള്ളൂർ റൂട്ട് ബസ്സിൽ മാത്രമേ കയറാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഇളമ്പലൂർ വരുന്നവരെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. പക്ഷെ ഉടനെ വന്നിട്ട് ഞങ്ങൾ കയറുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു.
അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്ത വ്ളോഗിൽ വരുന്നവരെ ബൈ.